എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിൻ്റെ 2 അവർ ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണുമ്പോൾ മനസ്സിലാകും. ഇത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ ഹയർ ഹൈ ഉണ്ടാക്കി ഹയർ ലോ എന്ന് ഹയർ ഹൈ ഉണ്ടാക്കി ഹയർ ലോ വന്നു. അതിനുശേഷം വീണ്ടും ഹയർ ഹൈ ഉണ്ടാക്കി അതിനുശേഷം ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു റിവേഴ്സൽ ക്യാൻഡിൽ തന്നു. ആയതിനു ശേഷം ഇത് ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ നിന്നിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു റേഞ്ച് ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ക്യാൻഡിലുകളെല്ലാം പ്രൈസ് ക്യാൻഡിലുകളെല്ലാം വളരെ ചെറിയ നേർത്ത ക്യാൻഡിലുകളാണ്. ഇവിടെ വലിയൊരു ബൈയിങ് മൊമെൻറ്റത്തിലുള്ളൊരു ക്യാൻഡിൽ വന്നപ്പോൾ പോലും അതിനെ എന്താണ് ജസ്റ്റിഫൈബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ക്യാൻഡിൽ ഇവിടെ മൊമെൻറ്റം ക്യാൻഡിൽ വന്നിട്ടില്ല. സോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം ട്രേഡേഴ്സ് അല്ലെങ്കിൽ ബയേഴ്സും സെല്ലേഴ്സും റെസ്പെക്റ്റ് ചെയ്യുന്ന നല്ലൊരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയെ കവർ ചെയ്തിട്ട് എപ്പോഴാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത് ആ ഒരു സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു പറക്കലുണ്ടാവും എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ റേഞ്ചിനെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നാരോ റേഞ്ചായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ഏരിയയിൽ തന്നെ കിടന്ന് ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് അവിടുന്ന് നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാക്കി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടുന്ന് ശരിക്കും പറക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ അനലൈസ് ചാർട്ട് നോക്കാൻ നേരത്തെല്ലാം അങ്ങനത്തെ ഒരു ഇതാണ് കാണുന്നത്. അതിൻ്റെ ഏറ്റവും ഉദാഹരണം ഇവിടെ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ചെറിയ ക്യാൻഡിലുകളെല്ലാം കണ്ടോ, ഈ ചെറിയ ക്യാൻഡിലുകളെല്ലാം വന്നു ഇവിടെ വന്നിട്ട് ഒറ്റ കയറ്റമാണ് നേരെ മുകളിലേക്ക് കയറിയിരിക്കുന്നത്. അതേ രീതി തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തെ സാധൂകരിക്കുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇതും അതുപോലെ തന്നെ എന്ന് പറയുന്ന അതേ ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിനെ റെസ്പെക്റ്റ് ചെയ്യത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഇവിടെ ഈ ചെറിയ ക്യാൻഡിലുണ്ടായിരിക്കുന്നത്. അപ്പം ഈ ഒരു ലെവലിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് ഇപ്പോഴത്തെ നിലയിൽ ഒരു 9.25% അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരു 10% നമുക്ക് ഗ്രോത്ത് പൊട്ടൻഷ്യൽ പ്രൈസ് ഇപ്പം നിൽക്കുന്ന ലെവലിൽ നിന്നും തൊട്ട് മുന്നേ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൈ ലെവലിലേക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ ഇത് പറയാൻ വേറൊരു കാര്യം കൂടെയുണ്ട്. ഈ ഒരു ലെവലിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ എല്ലാവർക്കും അറിയാം ഫിബൊനാച്ചി വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാനിതിൻ്റെ ഫിബൊനാച്ചി ലെവൽ ഞാൻ നോക്കുകയാണ്. ഒരു തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന സ്വിംഗ് ലോയും ഒരു സ്വിംഗ് ഹൈയും വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാകും 382 ഇത് റെസ്പെക്റ്റ് ചെയ്തിട്ട് അവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് കയറുന്നത്. എന്നാൽ 236 വന്നിട്ടുമില്ല. അതായത് ഈ ഒരു ലെവലെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മൊമെൻറ്റം തരാൻ തക്ക ശേഷിയുള്ളൊരു ലെവലാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിബൊനാച്ചി ലെവലിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇവിടെ നല്ല ഒരു വോളിയമാണ് ഇപ്പോൾ ഇന്ന് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മുകളിലേക്ക് കയറാനുള്ള സാധ്യത കൂടുതലായിട്ട് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നോക്കാം, എന്തായാലും നിങ്ങൾ വാച്ച് ചെയ്തിടുക. അതുപോലെ തന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ഏരിയയോ അല്ലെങ്കിൽ SL വെക്കേണ്ടത് ഈ ഒരു ഏരിയയിലോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലോ, അതായത് ഈ ലോ ഉണ്ടാക്കിയതിനെ തൊട്ട് താഴെയായിട്ട് ഒരല്പം ഗ്യാപ്പ് ഇട്ട് അല്പം പോയിന്റ് കുറച്ച് ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ SL വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് SL നമുക്ക് വെക്കാവുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഈ ഒരു ലെവലിനെയോ 354 എന്നുള്ള ലെവലിനെയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓൾ ടൈം ഹൈ എന്ന രീതിയിൽ 392 നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. എന്തായാലും ലെവലുകൾ മാർക്ക് ചെയ്യുക, വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക, നമുക്ക് നോക്കാം. താങ്ക് യു.